കാണാൻ വളരെ ക്ലിയറായ ഈ വെള്ളം ശരിക്കും സേഫ് ആണ്. പലർക്കും തെറ്റായൊരു ധാരണയുണ്ട്, വെള്ളത്തിന് കളറോ സ്മെല്ലോ ഒന്നുമില്ലെങ്കിൽ അത് വളരെ ശുദ്ധമാണ്, സേഫ് ആണെന്നുള്ളത്. പക്ഷേ സത്യം അതല്ല. വെള്ളത്തിന്റെ പല പ്രശ്നങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഉദാഹരണത്തിന് ബാക്ടീരിയ, കെമിക്കൽ കണ്ടാമിനേഷൻ, അയൺ, ഹാർഡ്നെസ്, അങ്ങനെ പലതും. ഒരുപാട് പ്രോപ്പർട്ടീസ് വെള്ളത്തിനുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന വെള്ളത്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് കളറ്, വെള്ളത്തിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ, ബാഡ് സ്മെല്ലുണ്ടോ, അതൊക്കെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ള വെള്ളം നമ്മൾ ഒരുപാട് കാലം, ദീർഘകാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ്, സ്റ്റൊമക്, കിഡ്നി, സ്കിൻ പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് വരാം. പലപ്പോഴും ഇതെല്ലാം വെള്ളം കാരണമാണെന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? വാട്ടർ ടെസ്റ്റിംഗ്. വെള്ളം ലാബിൽ കൊണ്ടുപോയി സയന്റിഫിക്കലി പരിശോധിക്കുന്ന പ്രക്രിയയാണ് വാട്ടർ ടെസ്റ്റിംഗ്. വാട്ടർ ടെസ്റ്റിംഗ് വഴി നമ്മുടെ വെള്ളം സേഫ് ആണോ, ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ, ഫിൽട്ടർ വെക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ലാബ് റിപ്പോർട്ടിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല വീടുകളിലും ഫിൽട്ടർ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഫിൽട്ടർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനു മുമ്പ് വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? നമ്മുടെ വെള്ളത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനാവശ്യമായ ട്രീറ്റ്മെന്റ് ആണോ നമ്മൾ കൊടുത്തത്, അല്ലെങ്കിൽ തെറ്റായ ഫിൽട്ടർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. വെള്ളം ടെസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് ഇൻഡസ്ട്രീസിന്റെയോ അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങുന്നവരുടെയോ മാത്രം ആവശ്യമല്ല. സ്കൂളുകള്, ഹോസ്പിറ്റൽസ്, ബോർവെല്ലുള്ളവര്, അതുപോലെ വീട്ടിലെയും വെള്ളം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. വെള്ളം ജീവന്റെ അടിസ്ഥാന ഘടകമാണ്. അതിന്റെ ക്വാളിറ്റി നമ്മുടെ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്യും. അതുകൊണ്ട് ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീട്ടിലെ വെള്ളം, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം സേഫ് ആണോ, അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക.